ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കാണാം. പിള്ളേർക്കൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ്. ഇത് ഉസ്ബെക്കിസ്ഥാൻ്റെ സ്പെഷ്യലായിട്ടുള്ള വാൽനട്ടാന്ന് പറയുന്നത്. ഡേറ്റ്സൊക്കെ കുറേ വെറൈറ്റി അവൈലബിൾ ആണ്. തണ്ണിമത്തൻ്റെ ഒക്കെ ഒരു കമ്പനിയെ ശേഖരം തന്നെയുണ്ട്. ചെമ്മീനൊക്കെ അതിൻ്റെ പരിപ്പ് മാത്രം എടുത്ത് വരെ ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു നീരാളിയുടെ ഒരു സെറ്റപ്പാണ്, പക്ഷേ ക്രാബാണ്. ഇതിൻ്റെ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1 കിലോയിലൊക്കെ മേലെ ഉണ്ടാവും. ചെമ്മീൻ്റെ ഒക്കെ ഏറ്റവും വലിയ സൈസ് വരെ ഉണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ദുബായിലൊരു ഔട്ടിങ്ങിന് പോവാണ്. ഔട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടിംഗ് പർപ്പസ് മാത്രമല്ല, കുറച്ച് യൂസ് ആവുന്ന ഒരു അടിപൊളി ട്രിപ്പ് തന്നെയാണ്. മറ്റൊന്നല്ല, ഞാൻ പറഞ്ഞ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ദുബായിലെ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റാണ്. അവിടെയാണ് ദുബായിലെ ഏറ്റവും വലിയ ഫിഷ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ. ഈ സ്പോട്ടിലേക്ക് പോകാനായിട്ട് ദേറ സിറ്റി സെൻ്ററിൻ്റെ എക്സിറ്റ് 3 എടുത്തതിന് ശേഷം പുറത്തു വന്ന സമയത്ത് ഡേറ്റയുടെ ഫ്രണ്ടിലായിട്ട് ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടുന്ന് C10 അല്ലെങ്കിൽ C50 എന്നുള്ള ബസ്സിൽ കയറി കഴിഞ്ഞാൽ ഈ സ്പോട്ടിലേക്ക് എത്തും. ഞങ്ങൾ C10-ലാണ് കയറിയിട്ടുള്ളത്. അവിടുന്ന് ഏകദേശം 6ാമത്തെ സ്റ്റോപ്പായിട്ടാണ് ഈ സ്പോട്ട് വരുന്നത്. ആ സ്പോട്ടിൽ നിന്ന് ഈ ഒരു വാട്ടർ ഫ്രണ്ട് മാർക്കറ്റ് ഏരിയയിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു 10 മിനിറ്റ് നടക്കണം. ഏകദേശം ഒരു 900 മീറ്റർ ഉണ്ട്. നിങ്ങൾ വരുന്ന സമയത്ത് ഒരു DP വേൾഡിൻ്റെ ഒരു സെറ്റപ്പ് കാണാം. അവിടെ ഒരു ചെറിയൊരു റൗണ്ട് ബോട്ടൊക്കെ ഉണ്ട്. അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ ലൊക്കേഷൻ വരുന്നത്. നടക്കാമെന്ന് പറയുമ്പോൾ അധികം ദൂരമൊന്നുമില്ല. എന്താ പറയുക, ഒരു 900 മീറ്റർ തന്നെ ഉള്ളൂ. അതൊരു പാട്ടുമാടി നടന്നാൽ വളരെ സിമ്പിളായിട്ട് അവിടേക്ക് എത്തും. ഈ വാട്ടർ ഫ്രണ്ട് മാർക്കറ്റിൻ്റെ അടുത്തായിട്ട് അടിപൊളി ഒരു ഫിഷിംഗ് സ്പോട്ടും കൂടിയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ ഫിഷിങ്ങിന് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്പോട്ടൊക്കെ സെലക്ട് ചെയ്യാം. ഒരുപാട് ആളുകളൊക്കെ വന്ന് ഇവിടെ ഫിഷിംഗ് ഒക്കെ നടത്തുന്നുണ്ട്. അത് റോഡായിട്ടോ സ്റ്റിക്ക് ഉപയോഗിച്ചൊക്കെ അടിപൊളി ഫിഷിങ്ങിന് പറ്റിയ നല്ലൊരു സ്പോട്ട് തന്നെയാണിത്. ഒരുപാട് ആളൊക്കെ ഫിഷിംഗ് നടത്തുന്നുണ്ട്. കുറേ ആൾക്കൊക്കെ മീനൊക്കെ കിട്ടുന്നുണ്ട്. കണ്ടാ, അടിപൊളിയായിട്ട് മീനൊക്കെ പിടിക്കാനായിട്ട് നല്ലൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിഷിങ്ങിനായിട്ട് ഈ സ്പോട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതാണ് ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ എന്ന് പറയുന്നത്. ഫ്രണ്ടിൽ അടിപൊളിയായിട്ട് ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെ ചെറിയൊരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടെ വന്ന് അത്യാവശ്യം നല്ല ഫോട്ടോസൊക്കെ എടുക്കാം. നല്ല പാനിയും കാര്യങ്ങളൊക്കെ നല്ല സെറ്റാക്കി ചെയ്തിട്ടുണ്ട്. നമുക്ക് നേരെ അതിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. ഒരുപാട് ആളുകളൊക്കെ ഈ ഒരു സ്പോട്ടിലേക്ക് വരുന്നുണ്ട്. കണ്ടാ, സ്ലൈഡിങ് ഡോറാണ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ അടിപൊളി ഒരു ലൊക്കേഷൻ തന്നെയാണ്. വരുമ്പോൾ തന്നെ നല്ല ലൈറ്റൊക്കെ ഇട്ട് അടിപൊളി മീനിൻ്റെ ഒരു സെറ്റപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. അടിപൊളി ഒരു ലൊക്കേഷൻ തന്നെയാണ്. അതാണ് കയറി വരുമ്പോഴുള്ള എൻട്രൻസ് എന്ന് പറയുന്നത്. കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു വഞ്ചിയുടെ മോഡൽ, ഒരു വഞ്ചിയല്ല ഒരു കപ്പലിൻ്റെ മോഡലൊക്കെ ചെറിയൊരു സെറ്റപ്പൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. അതേപോലെ നിങ്ങൾ ഈ കയറി വരുന്ന സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു പോസ്റ്റ് വെച്ചിട്ടുണ്ട്. അതിൽ ലെഫ്റ്റ് സൈഡിലേക്ക് ലുലു, അതുപോലെ ഡ്രൈ ഗുഡ്സ് ആൻഡ് സ്പൈസസ്, റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ മീറ്റ് ആൻഡ് പോൾട്രി, ഫിഷ്, അതുപോലെ സീ ഫുഡൊക്കെ ആയിട്ടുള്ളത്. അതുപോലെ സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കോമനായിട്ട് റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ മാപ്പൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സ്പോട്ടിലേക്കൊക്കെ കറക്റ്റായിട്ട് പോവാം. അപ്പോൾ നമുക്കിതിൽ ലെഫ്റ്റിലേക്ക് പോയി നോക്കാം. ഡ്രൈ ഗുഡ്സ് ആൻഡ് സ്പൈസസ് ഉണ്ടല്ലോ, അതുപോലെ ലുലുലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് വരാം. നല്ല എന്താ പറയുക, കാണാൻ നല്ല ഒരു അടിപൊളി ഇതാണ്. നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് വരുമ്പോൾ. മുകളിലൊക്കെയുള്ള ലാമ്പും കാര്യങ്ങളൊക്കെ നല്ല രസമായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ തന്നെ ഒരുപാട് ഐറ്റംസൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ മൺചട്ടികൾ, മണ്ണുകൊണ്ടുണ്ടാക്കി കുറേ പാത്രങ്ങൾ കാര്യങ്ങൾ, അതുപോലെ കുറേ ഓരല്ലി സംഭവങ്ങൾ, പിന്നെ ഓരോ ഡ്രൈ ഫ്രൂട്ട്സിനാണ് മെയിൻ ഷോപ്പുകളൊക്കെ കാണുന്നത്. പിന്നെ അത് ഇവിടെയും ഈ സൈഡിലും കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ഡ്രസ്സ് ഐറ്റംസൊക്കെ നല്ല വില കുറവിനൊക്കെ ഉണ്ട്. പിന്നെ കുറേ എന്താ പറയുക ഫോട്ടോസ് കാര്യങ്ങൾ അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. പിക്ചറായിട്ടുണ്ട്, അല്ലാത്തതുകൊണ്ട്. പിന്നെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പല പല ഫാൻസി ഷോപ്പുകൾ തന്നെ, ടോയ്സൊക്കെ ഉണ്ടല്ലേ, ടോയ്സിൻ്റെ ഷോപ്പുകൾ. അതേപോലെ കൂടുതലും ഡ്രസ്സ് ഐറ്റംസൊക്കെയാണ് കാണുന്നത്. ഗ്ലാസ് വേണമെങ്കിൽ ഗ്ലാസ്, കുറേ വെറൈറ്റി ഗ്ലാസ്സുകൾ കാണാം. പിന്നെ വില എന്ന് പറയുന്നത് നമുക്കറിയില്ല. പിന്നെ ഇത് ഒറിജിനലാണോ എന്നുള്ളതും അറിയില്ല. പിന്നെ ഇത് സ്പ്രേ അല്ലെങ്കിൽ ഊത്, ഈ വക ഐറ്റംസിനുള്ള പറ്റിയുള്ള കടകളുണ്ട്. എന്താ പറയുക, നല്ലൊരു സ്പോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കണ്ട, ഇതിപ്പോൾ വെച്ചിട്ടില്ല, ചില സമയത്ത് വയ്ക്കും. നല്ല സ്മെല്ലാണ്. ഇവിടെ ഒരുപാട് സ്പ്രേയുടെ കടകളൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ നല്ല ഡ്രസ്സ് കാര്യങ്ങൾ, പിന്നെ ഷൂ, പിന്നെ ലോക്കൽ മാർക്കറ്റ് സെറ്റപ്പ് തന്നെയാണ്. അപ്പോൾ ആ സെറ്റപ്പിലുള്ള എല്ലാ ഐറ്റംസും നിങ്ങൾക്ക് ഇവിടെ കാണാം. എന്താ പറയുക, ലേഡീസിനൊക്കെ പറ്റിയ പർദ്ദകളൊക്കെ നല്ല രസമായിട്ടുള്ള പർദ്ദകളുണ്ട്. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നോക്കാം. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ചെറിയൊരു ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളായിട്ടൊക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്താ പറയുക, പിള്ളേർക്കൊക്കെ ഒരു അത്യാവശ്യം നല്ലൊരു ഫണ്ണായിട്ടുള്ളൊരു സെറ്റപ്പ് തന്നെയാണ്. കേട്ടോ, ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട് ഇവിടെ. നല്ല രീതിയിൽ കണ്ടാ കളിക്കാനുള്ള കുറേ സെറ്റപ്പുകളൊക്കെ ചെയ്തിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഐറ്റംസാണ്. ഇവിടെയൊക്കെ അത്യാവശ്യം ടൈമൊക്കെ അവർക്ക് സ്പെൻഡ് ചെയ്യാം. ഇതൊക്കെ പെയ്ഡാണോ നമുക്കറിയില്ല കേട്ടോ. അതേപോലെ പിള്ളേരൊക്കെ കളിക്കാൻ പറ്റിയ നല്ല ഗെയിംസൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ബോൾ ഇടുന്ന ടൈപ്പ് ഗെയിംസ്, അതേപോലെ ഇവിടെ പാവ എടുക്കുന്ന സെറ്റപ്പുകൾ,
പിന്നെ നിങ്ങൾക്ക് പിള്ളേർക്ക് മാത്രമല്ല വലിയ ആളുകൾക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ചെറിയ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. കണ്ടോ, ഹെഡ്സെറ്റും അതേപോലെ സ്പീക്കറൊക്കെ കിട്ടാവുന്ന ചെറിയൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ എത്ര 5 ദിർഹംസിൻ്റെ കോയിനോ അല്ലെങ്കിൽ 5 ദിർഹംസ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കളിക്കാം. കണ്ടോ, അതിന് വേറെ കുറേ സെറ്റപ്പുകളൊക്കെ ഉണ്ട്. പിന്നെ ഈ സ്പോട്ടിൽ നമ്മൾ തിരിച്ച് വീട് എത്തിയിട്ടുണ്ട്. ഇവിടെ വേറൊരു സെറ്റപ്പ് ഉണ്ട്. വേറെ ഒന്നല്ല, പിള്ളേർക്ക് ഓടിക്കാൻ പറ്റിയ ചെറിയ ടോയ്സൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് 1 ഹവറിനോ അരമണിക്കൂറിനോ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ റെൻറ്റിന് എടുക്കാം. ആ ഒരു സ്പോട്ടും കൂടിയാണ്. ഈ ഒരു സ്പോട്ടിലാണ് നമുക്ക് വന്നു കഴിഞ്ഞാൽ പിള്ളേർക്കൊക്കെ പറ്റിയ അടിപൊളി ടോയ്സൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കിനി ഫിഷ് മാർക്കറ്റിൻ്റെ സൈഡിലേക്ക് പോവാം. ഫിഷ് മാർക്കറ്റ് പറഞ്ഞ പോലെ തന്നെ അതേ സൈഡ് പോലെ തന്നെയാണ്, നമ്മൾ മുമ്പ് പോയ അതേ സൈഡ് പോലെ തന്നെയാണ് ഈ ഒരു വഴിയൊക്കെ എൻട്രൻസ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് കയറുമ്പോൾ ഒരുപാട് ഫാൻസി ഐറ്റംസിൻ്റെ കടകളൊക്കെ കാണാം. റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ഫാൻസി ഐറ്റംസൊക്കെ ഒരുപാടുണ്ട്. ബാഗുകൾ, ഇങ്ങനെയുള്ള ചെറിയൊരു മാർക്കറ്റ് സെറ്റപ്പ് തന്നെയാണ്. ഇപ്പോൾ ഇവിടുന്ന് വരുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഈ ഫിഷ് മാർക്കറ്റ് ഉള്ളത്. ഫിഷ് മാർക്കറ്റിൻ്റെ ഉള്ളിൽ നമുക്കൊന്ന് പോയി നോക്കാം. ദുബായിലെ ഏറ്റവും വലിയ മാർക്കറ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് ലൈവ് മീനുകളടക്കം ഒരുപാട് വെറൈറ്റി ഐറ്റംസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. പിന്നെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ എന്താ പറയുക, മീനിൻ്റെ നല്ല കടുത്ത സ്മെല്ലാണ്. എന്നാലും നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെ ഐറ്റംസുകൾ കാണാമെന്നുള്ളത്. ഇതൊക്കെ എന്താ പറയുക, നമ്മൾ ജീവിതത്തിൽ പോലും കാണാത്ത പല സാധനങ്ങൾ കാണാം. വെറൈറ്റി കക്കകളൊക്കെ, അതും എന്ത് സൈസാന്ന് നോക്കി, ഭയങ്കര വലുപ്പമാണ്, നല്ല സൈസിൽ കക്കകളൊക്കെ. അതുപോലെ സ്കിഡുകൾ, നീരാളി, ഒരുപാട് മീനുകളുണ്ട്. ക്രാബുകൾ തന്നെ എത്ര വെറൈറ്റിയാണ്, ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ചെമ്മീൻ്റെ ഒക്കെ ഒരു സാമ്രാജ്യം എന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. കാരണം എത്ര വെറൈറ്റി ചെമ്മീനുകളാണ്, ഒരുപാട് പല പല ഓഫറുകളൊക്കെ ആയിട്ട് ചെമ്മീൻ്റെ ഒക്കെ ഏറ്റവും വലിയ സൈസ് വരെ ഉണ്ട്. ഒരു രക്ഷയില്ല, അത്ര നല്ല സ്പോട്ടാണ്. വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി എന്താ പറയുക, ക്രാബ്, കക്ക മുന്നേ പറഞ്ഞ പോലെ തന്നെ. അതുപോലെ ഹാമൂറിൻ്റെ ഒക്കെ വലിയ സൈസുള്ള ഹാമൂറൊക്കെ ഉണ്ട്. ഈ ഏരിയയൊക്കെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ ഫുള്ളായിട്ട് പിടിച്ചു വന്ന മത്സ്യങ്ങളാണ്. ഇനി പിടിക്കാത്ത ലൈവായിട്ടുള്ള മീനുകളും ഇവിടെ അവൈലബിൾ ആണ്. ഈ ഒരു ഏരിയ വന്നു കഴിഞ്ഞാൽ കാണാം ലൈവായിട്ടുള്ള മീനുകൾ ഒരുപാടുണ്ട്. ഇതൊക്കെ കണ്ടോ, ഇത് നമ്മുടെ ഹാമൂറാണ്, ഒക്കെ ലൈവാണ്, എല്ലാം ജീവനോടെ വേണമെങ്കിലും നമുക്ക് പിടിച്ചു തരും. അതേപോലെ അതേ ക്രാബ്, ഇഷ്ടംപോലെ ക്രാബ്, ഏത് ക്രാബിന് വേണോ അപ്പോൾ പിടിച്ചു തരും. ഇനി ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്, ഈ ക്രാബിനൊക്കെ ഭയങ്കര സൈസാണ്. എന്ത് സൈസാന്ന് നോക്കി, ക്രാബ് കാണുമ്പോൾ പേടിയാണ്. കൈയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് ക്രാബുണ്ട്. ക്രാബിൻ്റെ ഒരു ഇത് തന്നെയാണ്, ഒരു സംസ്ഥാന സമ്മേളനം പോലെയാണ് കാണുന്നത്. ഇത് കൂടാണ്ട് ഇവിടെ ഏറ്റവും സൈസായിട്ടുള്ള ലോബ്സ്റ്റർ കാണാം. കേട്ടോ, നല്ല സൈസ്, ഒക്കെ ലൈവാണ്, ജീവനോടെ കൂടെ തന്നെ പിടിച്ചു തരും നമുക്ക്. ഇതിൻ്റെ സൈസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 1 കിലോയിലൊക്കെ മേലെ ഉണ്ടാവും. ലെഫ്റ്റിൽ നമുക്കൊരു പാമ്പ് മീനെ കാണാം. കേട്ടോ, പാമ്പ് മീൻ നമ്മൾ ആരൽ എന്നൊക്കെ, നമ്മുടെ നാട്ടിൽ നാടൻ ആരൽ എന്നൊക്കെ പറയും. ഇത് കടലിലുണ്ടാവുന്ന ടൈപ്പാണ്, നല്ല കടിക്കും. പക്ഷെ അതും ഉണ്ട് ഇവിടെ സാധനം. പിന്നെ നമ്മുടെ തേള് പോലത്തെ ചെമ്മീൻ, തേളിൻ്റെ ടൈപ്പുള്ള ചെമ്മീനാണ്. കേട്ടോ, എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ലൈവായിട്ട് തന്നെ. ഷേരി മീൻ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ ഇത് ലൈവായിട്ട് ആൾ പിടിക്കുന്നുണ്ട്. ഒക്കെ നല്ല ലൈവാണ്, നല്ല അടിപൊളിയാണ്. ജീവനുണ്ടല്ല എന്നുള്ളതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാണ്ട ആൾ പിടിക്കുന്നുണ്ട്. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് ആരോ കസ്റ്റമർ വന്നിട്ടുണ്ട്, അപ്പോൾ ആൾക്ക് വേണ്ടി പിടിക്കുകയാണ്. ഇതൊക്കെ ഒരുപാട് ഷെയ്ക്കുമാരൊക്കെ ആയിരിക്കും ഇത് മേടിക്കേണ്ടതാവുക. കാരണം ഇത്രയും പേര് സാധനമൊക്കെ മേടിക്കണമെങ്കിൽ അതിനുള്ള നല്ല പൈസ കൊടുക്കേണ്ടി വരും. ഒക്കെ അടിപൊളി, നല്ല ലൈവാണ്, എന്താ പറയുക, പക്ക ജീവനുള്ള പീസാണ്. ഇവിടെ അത് വെറൈറ്റി ആയിട്ടുള്ള വേറെ ലോബ്സ്റ്ററൊക്കെ ഉണ്ട്. റെഡിഷ് ആയിട്ടുള്ള ലോബ്സ്റ്റർ ഉണ്ട്, അതുപോലെ ഗോൾഡൻ കളറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒക്കെ നല്ല സൈസാണ്. അപ്പോൾ ഇത് കണ്ട, ഇത് ഏറ്റവും എന്താ പറയുക സൈസായിട്ടുള്ള ക്രാബാണ്. ക്രാബിൻ്റെ സൈസ് തന്നെ കണ്ടില്ലേ, നമ്മുടെ ജീവിതത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല ഇത്ര വലിയ സൈസായുള്ള ക്രാബ്. കാണുമ്പോൾ തന്നെ പേടിയാവുണ്ട് ഇതിനെ കണ്ടു കഴിഞ്ഞാൽ. ഒരു നീരാളിയുടെ ഒരു സെറ്റപ്പാണ്, പക്ഷേ ക്രാബാണ്. ഒറ്റ നോട്ടത്തിൽ കണ്ട നീരാളി നേരിക്കും, പക്ഷേ ക്രാബാണ് സാധനം. അത് നല്ല സൈസാണ്. പിന്നെ വിലയൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. ഈ ഒരു സാധനം ഞാൻ എന്താണെന്ന് പറയണില്ല, നിങ്ങളത് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, അത് കാണാം. ഒരുപാട് സ്ഥലത്തൊക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവും. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് അലങ്കാര മത്സ്യങ്ങളൊക്കെ മേടിക്കാനും വേറൊരു സ്പോട്ട് തന്നെ ഉണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് കുറേ അലങ്കാര മത്സ്യങ്ങളായിട്ട് ഒരു സ്പോട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അലങ്കാര മത്സ്യങ്ങൾ വേണമെങ്കിൽ ഇവിടുന്ന് മേടിക്കാം.
ഇവിടെ നമ്മൾ ഈ ലോബ്സ്റ്ററിനെ കാണുമ്പോൾ അത് മാത്രമേ ശ്രദ്ധിക്കുള്ളൂ. പക്ഷെ അത് കൂടാണ്ട് വേറെ ഒരു മീൻ ഇവിടെ കിടക്കുന്നുണ്ട്. കണ്ട, പെട്ടെന്ന് വട്ടത്തിൽ നമ്മൾ ഈ മീനെ ശ്രദ്ധയിൽ പെടില്ല. ഇതിനുള്ളിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, എല്ലാവരിലും മീൻ തന്നെ കണ്ടോ. പല പല വെറൈറ്റി ഐറ്റംസാണ് എല്ലായിടത്തും. ചിലവർ പ്രോൺസിനൊക്കെ സ്പെഷ്യലൈസ് ചെയ്യും, ചിലവർ ഫിഷിനെ, ചിലവർ കണ്ടോ കിങ് ഫിഷൊക്കെ, അതുപോലെ സാൽമണൊക്കെ കട്ട് ചെയ്ത പീസുകളുണ്ട്. വെറൈറ്റി മീനുകളൊക്കെ ആണെങ്കിൽ ഇവിടെ തന്നെ വരണം, അത്രയും വെറൈറ്റീസ് ഉണ്ട്. കിങ് ഫിഷിനെ മാത്രമായിട്ട് തന്നെ ചില ഷോപ്പുകൾ കാണാം. ഇവിടെ കണ്ട, ഇവിടെ ഫുള്ള് കിങ് ഫിഷ് അല്ലെങ്കിൽ ട്യൂണ ഇങ്ങനെയുള്ള സെറ്റപ്പുകൾ മീനുകൾ മാത്രമായിട്ട് വരെ വിൽക്കുന്നുണ്ട്. മാർക്കറ്റിൻ്റെ ഏരിയ നിങ്ങൾ കണ്ട, ഇത്രയും ഏരിയ ഉണ്ട്. ഇത്രയും ഏരിയ ഉള്ള വേറെ മാർക്കറ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല. ദുബായിലെ ഏറ്റവും വലുതാണ്. നോട്ട് ദുബായ്, UAE ഏറ്റവും വലുത്. പിന്നെ ഈ ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ മാത്രമല്ല കേട്ടോ, നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള മീനും കിട്ടും കേട്ടോ. ഈ ഒരു ഏരിയയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്രോസൺ ആയിട്ടുള്ള മീനുകളും അവൈലബിൾ ആണ്. പക്ഷേ ഇന്ന് എന്താ പറയുക, ഒരു അവധിയായിട്ടുള്ള ദിവസമെന്ന് അറിയില്ല, ആളുകൾ വളരെ കുറവാണ്. അല്ലെങ്കിൽ ഇതിൽ നല്ല തിരക്കുണ്ടാവാറുണ്ട്. ഇന്ന് പക്ഷേ തിരക്ക് വളരെ കുറവാണ്. ഫ്രോസൺ മീനും ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. കേട്ടോ, എല്ലാം എനിക്ക് തോന്നുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഇതിൽ തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഒരു അവസ്ഥ മാറുന്ന ഒരു സമയത്ത് ഇവർ എടുത്ത് ഫ്രീസ് ചെയ്യാമെന്ന് തോന്നണം. ചെമ്മീനൊക്കെ അതിൻ്റെ പരിപ്പ് മാത്രം എടുത്ത് വരെ ഫ്രോസൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ സൈഡിലെ എല്ലാ സ്റ്റാളുകളും ഫ്രോസൺ മീനിൻ്റെ സ്റ്റാളുകളാണ്. പിന്നെ ഇവിടുന്ന് വാങ്ങുന്ന മീനുകളൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കത് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഒരു ഏരിയ തന്നെയുണ്ട്. ഈ ഒരു ഏരിയ മൊത്തമായിട്ട് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്യുന്ന ഒരു ഏരിയയാണ്. അതിൻ്റെ സൈഡിലായിട്ട് കാണാൻ നിങ്ങൾക്ക് ഒരുപാട് ആളുകൾ നിന്ന് ഒരേ സമയം തന്നെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഈ ഫിഷ് കട്ടിങ്ങിനായിട്ട് എന്താ പറയുക, നമ്മൾ സാധാരണ നാട്ടിൽ കാണുന്ന പോലെ ഫിഷ് കട്ടിങ് അല്ല. ഇവിടെ നമ്മൾ ടോക്കണൊക്കെ എടുത്ത് വെയിറ്റ് ചെയ്യണം കേട്ടോ. ടോക്കണൊക്കെ നമ്മൾ ഈ TV ഡിസ്പ്ലേ ആവും. ആ സമയത്താണ് നമുക്ക് പോയി കളക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കാര്യത്തിൽ ഒരു നല്ല സ്മാർട്ടായിട്ട് തിങ്ക് ചെയ്തിട്ടുണ്ട്. ഫിഷ് കട്ടിങ് ഒക്കെ നിങ്ങൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. ഭയങ്കര സ്കില്ലുള്ള കട്ടിങ്ങാണ് നിങ്ങൾ കാണാം. അതുപോലെ അധികം സമയമൊന്നും എടുക്കില്ല. വളരെ എന്താ പറയുക, ഫാസ്റ്റായിട്ടുള്ള കട്ടിങ്ങാണ്. അത് കണ്ടാൽ തന്നെ അറിയാം. ഫിഷ് മാർക്കറ്റിൻ്റെ ഏരിയയിൽ നിന്ന് കുറച്ചുകൂടി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു എന്താ പറയുക, മീറ്റ് വിൽക്കുന്ന ഒരു ഏരിയ കിട്ടും. അപ്പോൾ നമുക്കിനി അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് പോയി നോക്കാം. ഫുള്ളായിട്ട് വെറൈറ്റി മീറ്റുകളാണ്. ബീഫ്, മട്ടൻ തുടങ്ങി ഇവിടെ കിട്ടാത്ത ഐറ്റംസ് ഒന്നുമില്ല. കൂടുതലിവിടെ ആട് ഐറ്റംസാണ് കൂടുതൽ പോണേ. ആട്, അതുപോലെ ലാമ്പ്, ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസാണ് കൂടുതലിവിടെ എന്താ പറയുക, നല്ല ചിലവുള്ളത്. നിങ്ങൾക്ക് എത്ര കിലോ ഇറച്ചി വേണമെങ്കിലും ഇൻ കേസ് ഇനി വല്ല സൂപ്പർ മാർക്കറ്റിലൊക്കെ ഷോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇങ്ങോട്ട് വരാം. ഈ സ്പോട്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ്. എന്താ പറയുക, ഒന്നിനും ഷോർട്ട് ഉണ്ടാവില്ല. എത്ര വലിയ പാർട്ടി കവർ ചെയ്യാൻ പാകത്തിനും നിങ്ങൾക്ക് ഇവിടുന്ന് മീറ്റൊക്കെ വാങ്ങാം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഏറ്റവും കൂടുതൽ എന്താ പറയുക, ആട് ഐറ്റംസൊക്കെയാണ്. ലാമ്പ്, ഗോട്ട്, അതുപോലെ ബീഫ്, ഇങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതൽ ഇവിടെ സെയിലുള്ളത്. പിന്നെ ചിക്കൻ ഉണ്ട്, അതേപോലെ എഗ്ഗ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഈ ഒരു മീറ്റ് മാത്രമൊന്നുമല്ല, വെറൈറ്റി കുറേ മീറ്റുകളൊക്കെ അവൈലബിൾ ആണ്. അതേപോലെ ആട്ടിൻതല, ആടിൻ്റെ കാല്, എന്താ പറയുക, പിന്നെ നമ്മുടെ ലിവർ ഐറ്റംസ്, പിന്നെ ഒരുപാട് ഐറ്റംസ് ഇവിടെ അവൈലബിൾ ആണ്. മസാല വരട്ടി വെച്ച ഇറച്ചി നിങ്ങൾക്ക് അവൈലബിൾ ആണ്. നേരെ പോയിട്ട് ബാർബിക്കോ ഇതൊക്കെ അടിക്കാനായിട്ട് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോവാം. ആട്ടിൻതലൊക്കെ സൂപ്പ് വയ്ക്കാനായിട്ട് നല്ല ആട്ടിൻതലൊക്കെ നോക്കണവർക്ക് ഇവിടെ വന്ന് എടുക്കാം. കാരണം നല്ല ഫ്രഷ് ആയിട്ടുള്ള ആട്ടിൻതലൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. പിന്നെ അതേപോലെ തന്നെ ഉണ്ടല്ലോ, നിങ്ങൾ ഈ പുറത്തുന്ന സമയത്ത് ഫിഷിങ്ങിന് പറ്റിയ റോഡൊക്കെ വിൽക്കുന്ന കടയുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫിഷിങ്ങിന് പറ്റിയ അടിപൊളി റോഡൊക്കെ ഇവിടുന്ന് മേടിക്കാം. അതൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ വീണ്ടും അതേ പൊസിഷനിൽ തന്നെ വന്നു. അപ്പോൾ നമുക്കിനി ഇവിടുന്ന് ലെഫ്റ്റ് പോയി നോക്കാം. കയറി വരുമ്പോൾ സ്ട്രെയിറ്റ്, അതായത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയ്ക്ക് പോയി നോക്കാം. ഏരിയയ്ക്ക് പോകുമ്പോൾ ഇതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റ് പോലെ തന്നെയാണ്. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് കന്തൂറ അങ്ങനത്തെ ഐറ്റംസൊക്കെ ഡ്രസ്സുകൾ കാണാം. എമറാത്തികളിലൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള ഐറ്റംസൊക്കെ, അതേപോലെ ഗൗണുകൾ, പിന്നെ കുറേ ഫാൻസി ഷോപ്പുകളൊക്കെ ഉണ്ട്. തന്നെയാണ് മുന്നേ പറഞ്ഞ പോലെ ആസ് യൂഷ്വൽ. പിന്നെ നിങ്ങൾക്ക് വിളക്കുകളൊക്കെ വാങ്ങണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു കമ്പനിയെ ശേഖരം തന്നെ ഉണ്ട് കേട്ടോ. അടിപൊളി. വീട്ടിലേക്കൊക്കെ നല്ല റാന്തൽ വിളക്ക് പോലെയും അതേപോലെ ഫാൻസി ലൈറ്റൊക്കെ വിളക്കുകളൊക്കെ നോക്കുന്ന ആളുകൾക്കൊക്കെ ഇവിടുന്ന് മേടിക്കാം. നല്ല രസമുണ്ട്. എന്താ പറയുക, നല്ലൊരു ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ഒരു മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് വരുന്നുള്ള അവസ്ഥ എന്ന് പറയുന്നത്. തണ്ണിമത്തൻ്റെ ഒക്കെ ഒരു കമ്പനിയെ ശേഖരം തന്നെയുണ്ട്. തണ്ണിമത്തം മാത്രമല്ല, എല്ലാ ഫ്രൂട്ട്സ് ആയാലും വെജിറ്റബിൾസ് ആയാലും ഒക്കെ അടിപൊളി ഒരു എന്താ പറയുക, ബൾക്കായിട്ടാണ്. മാർക്കറ്റല്ലേ, എനിക്കറിയാലോ. പിന്നെ ഇവിടെ നമ്മൾ പുറത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങണേലും ഒരുപാട് വില കുറവൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് പിന്നെ നമുക്ക് ബാർഗെയിൻ ചെയ്തൊക്കെ മേടിക്കാം. സൂപ്പർ മാർക്കറ്റിലൊക്കെ ഫിക്സ്ഡ് പ്രൈസാണ്, പക്ഷെ ഇവിടെ നമുക്ക് കുറച്ച് ബാർഗെയിൻ ചെയ്ത് മേടിക്കാം.
നമ്മുടെ പനനങ്കൊക്കെ ഇവിടെ കാണാനുണ്ട്. പക്ഷെ ഇന്ന് ഈ പറഞ്ഞ പോലെ ഒരു അവധി ദിവസമായതുകൊണ്ടല്ല, തിരക്ക് മൊത്തത്തിൽ കുറവാണ്. അല്ലെങ്കിൽ ഇവിടെയൊക്കെ നല്ല തിരക്ക് വരാറുണ്ട്. ഫ്രൂട്ട്സൊക്കെ ഒരുപാട് ഫ്രൂട്ട്സുകളുണ്ട്. ഇതൊക്കെ റീറ്റെയിലായിട്ടാണ് ഇവിടെ കൊടുക്കുന്നത് കേട്ടോ, ഹോൾസെയിൽ പോലെയല്ല. ഹോൾസെയിലായിട്ട് നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക, വെജിറ്റബിൾ മാർക്കറ്റ് ഉണ്ട് മിർദിഫിനടുത്ത്. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല ഹോൾസെയിൽ പ്രൈസിനൊക്കെ കിട്ടും. ഇവിടത്തേലും കുറച്ചും കൂടി മെച്ചം കിട്ടും. പിന്നെ നമുക്ക് ഇവിടുന്ന് വെജിറ്റബിൾ മാർക്കറ്റിൻ്റെ ഉള്ളിൽ തന്നെ എന്താ പറയുക, ഗ്രോസറിയും ഡ്രൈ ഫുഡിനൊക്കെ ആയിട്ട് വേറൊരു ചെറിയൊരു സെറ്റപ്പ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊന്നും പോയി നോക്കാം. ഇവിടെ ഹണിയൊക്കെ കാണുന്നുണ്ട് കേട്ടോ. ഒരുപാട് നമുക്ക് സ്പൈസസ് ഒക്കെ കാണാം. ഇതിൻ്റെ ഉള്ളിലേക്ക് തന്നെ അതിന് വേണ്ടി തന്നെ സെപ്പറേറ്റ് ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ പോകാൻ പോണത് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒരു ലോകത്തേക്കാണ്. അത് ഇവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ ഒരുപാട് ഡേറ്റ്സും എന്താ പറയുക, ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുകൾ തന്നെയാണ് ഇവിടെ. ഇഷ്ടംപോലെ വെറൈറ്റി ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇവിടെ കാണാം. ഡേറ്റ്സൊക്കെ കുറേ വെറൈറ്റി അവൈലബിൾ ആണ്. ഇവിടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഏത് ഷോപ്പിൽ പോയാലും നമുക്ക് ടേസ്റ്റ് തന്നെ തരും. അല്ല, ഇത് ഉസ്ബെക്കിസ്ഥാൻ്റെ സ്പെഷ്യലായിട്ടുള്ള വാൽനട്ടാന്ന് പറയണേ. ഇതൊക്കെ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തന്നു. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ മേടിക്കാം, പക്ഷേ എന്നാലും ഒരു ടേസ്റ്റ് ചെയ്യാൻ തരും. എല്ലാവരും തരണമെന്നില്ല. ഇത്രയൊക്കെയുള്ളൂ ഈ ഒരു ഏരിയയിൽ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയകളിലൊക്കെ. ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതൊക്കെ മേടിച്ച് നോക്കാം. ഇതുകൂടാതെ ചില ഷോപ്പുകളൊക്കെ ചില സ്പെഷ്യൽ ഐറ്റംസൊക്കെ അവൈലബിൾ ആണ്. നാടൻ കോഴിമുട്ടയ്ക്ക് ഉണ്ട്. അതേപോലെ തേൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒറിജിനൽ തേൻ ഈ മരത്തിലൊക്കെ ഉണ്ടാകുന്ന അതേ തേനൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഈ ഒരു സ്പോണിൻ്റെ മുകളിലായിട്ട് നിങ്ങൾക്ക് ലുലു ഉണ്ട്. അപ്പോൾ അത്യാവശ്യം നിങ്ങൾക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് നടത്തണമെങ്കിൽ ഇവിടെ വന്ന് ലുലുന്ന് വേണമെങ്കിൽ മേടിക്കാം. ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഏരിയയിൽ നിന്ന് നമ്മൾ പോയിട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പറയുക വെള്ളത്തിൻ്റെ ഒരു ഏരിയയിൽ അത്യാവശ്യം നടക്കാനൊക്കെ പറ്റിയ അടിപൊളി ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ ഏകദേശം ഈ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു ഏരിയ നമുക്ക് എന്താ പറയുക എക്സ്പ്ലോർ ചെയ്യാം. ഒരുപാട് ഫ്രണ്ട്സായിട്ടും ഫാമിലീസൊക്കെ പറഞ്ഞ ആളുകളൊക്കെ ഈ ഒരു ഏരിയയാണ് എപ്പോഴും വന്നിരിക്കാനായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഏരിയയാണ്. ഉണ്ട് ഈ ഒരു എന്താ പറയുക, നല്ലൊരു വൈബുണ്ട് കാണാനായിട്ടും. അതേപോലെ വാക്കിങ്ങിനൊക്കെ പറ്റിയ നല്ലൊരു ഏരിയയാണ്. ഒരുപാട് ആളുകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സൊക്കെ കാണുന്നുണ്ട്. പിന്നെ ഈ വെള്ളത്തിൻ്റെ ഈ ഒരു ഏരിയയിലൊക്കെ വന്നിരുന്ന ആളുകൾക്ക് എന്താ പറയുക, കുറച്ച് നേരം നിൽക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു വൈബൊക്കെ കിട്ടും. ഒരു കാമൻ ക്വയറ്റ് ഏരിയ തന്നെയാണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഈവനിങ് ഒക്കെ എൻജോയ് ചെയ്യണമെങ്കിൽ ഈ ഒരു ടൈമിൽ ഇങ്ങനെ വരാം. അതേപോലെ ഇവിടെ ലൈവായിട്ട് ഫിഷൊക്കെ ബോട്ടിൽ പിടിച്ചു കൊണ്ടുവന്നിട്ട് എന്താ പറയുക, ആ ഒരു ഏരിയ കൂടി നിങ്ങൾക്ക് കാണാം. ബോട്ടിലൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് അവർ എടുക്കുന്നുണ്ട്. ഈ ഫിഷ് മാർക്കറ്റിലേക്കുള്ള മീനുകൾ തന്നെയാണ്. ലൈവായിട്ട് പിടിച്ചു കൊണ്ടുവന്ന് എടുക്കുമ്പോൾ എന്താ പറയുക, ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷേ ഫിഷ് മാർക്കറ്റിലേക്കുള്ള ആളുകൾ തന്നെയാണ്. ഒരുപാട് മീനുകളൊക്കെ ഇവിടെ കാണാം. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫ്രണ്ട്സായിട്ട് ഫാമിലി ആയിട്ടൊക്കെ ചെറിയൊരു ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് ഈ ഒരു സ്ഥലം നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതേപോലെ എന്താ പറയുക, ഷോപ്പിങ്ങിന് ഫിഷായിട്ടോ മീറ്റായിട്ടോ വെജിറ്റബിൾസൊക്കെ വാങ്ങാനും ഫ്രൂട്ട്സൊക്കെ വാങ്ങാനും പറ്റിയ അടിപൊളി സ്ഥലമാണ്. അതുപോലെ നിങ്ങൾക്ക് വീട്ടിലേക്ക് വേണ്ട ആൻറ്റിക് ആയിട്ടുള്ള ഐറ്റംസൊക്കെ മേടിക്കാം. ഒരുപാട് ഐറ്റംസ് ഉണ്ട്, നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടു. അപ്പോൾ ഇങ്ങനെയുള്ള സെലക്ട് ചെയ്യാൻ എന്താ പറയുക, ഷോപ്പിങ്ങിന് പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ. അതേപോലെ ഞങ്ങളുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.